നമസ്കാരം. എല്ലാവർക്കും ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യമായി കുറച്ച് ടേംസിനെ പരിചയപ്പെടുന്നുണ്ട്. ഈ ടേംസുകൾ പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പഠിച്ച പോർഷനുകളിലെല്ലാം തന്നെ സൈറ്റുകൾ അല്ലെങ്കിൽ പുരാവസ്തു കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് സൈറ്റുകൾ അല്ലെങ്കിൽ പുരാവസ്തു കേന്ദ്രങ്ങൾ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആർ formed through the production, use and discarding of materials and structures. ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ പുരാവസ്തു കേന്ദ്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഫോംഡ് ത്രൂ ദ പ്രൊഡക്ഷൻ. അതായത് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വസ്തുക്കളും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ദെൻ യൂസ് ആൻഡ് ഡിസ്കാർഡിംഗ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഈ വസ്തുക്കൾ പിൽക്കാലത്ത് ഉപയോഗിക്കുകയും പിന്നീട് എന്ത് ചെയ്യപ്പെടുകയും ചെയ്യും, അതിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. അങ്ങനെ രൂപപ്പെടുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വസ്തുക്കളും അതിനോടൊപ്പം തന്നെ കെട്ടിടങ്ങളും എല്ലാം നിർമ്മിക്കുകയും അവ ഉപയോഗിക്കുകയും പിൽക്കാലത്ത് അതിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ആർക്കിയോളജിക്കൽ സൈറ്റുകൾ അല്ലെങ്കിൽ പുരാവസ്തു കേന്ദ്രങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. രണ്ടാമത്തെ പോർഷൻ നോക്കുക. രണ്ടാമത്തെ പോയിന്റിനകത്ത് പറയുന്നത് മൗണ്ട്സ് അല്ലെങ്കിൽ മൺമേടുകളെയാണ്. എന്താണ് മൗണ്ടുകൾ അല്ലെങ്കിൽ മൺമേടുകൾ എന്ന് നോക്കുക. When people continue to live in the same place, their constant use and reuse of landscape result in the build-up of occupational debris called a mound. അതായത് ജനങ്ങൾ ഒരു പ്രദേശത്ത് തന്നെ ജനങ്ങൾ തുടർച്ചയായിട്ട് ജീവിക്കുകയും അവിടുത്തെ ആ ഭൂമി അവർ ഉപയോഗിക്കുകയും പുനരുപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അവശിഷ്ടങ്ങൾ വലിയ കൂമ്പാരമായിട്ട് രൂപപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, മൗണ്ട്സ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പം ജനങ്ങൾ ഒരു പ്രദേശത്ത് ജീവിക്കുകയും എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അവർ ആ ഭൂമിയെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഭൂമി ഒറ്റ തവണ മാത്രമല്ല ഉപയോഗിക്കുന്നതിനെ പുനരുപയോഗിക്കുന്നുണ്ട്, പിന്നും ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അവരുപയോഗിച്ച വസ്തുക്കളുടെ അവശിഷ്ടങ്ങളുടെ കൂമ്പാരമായിട്ട് അല്ലെങ്കിൽ ഒരു കൂന പോലെ കിടക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, മൗണ്ടുകൾ എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോർഷൻ നോക്കുക. ലെയറുകൾ അല്ലെങ്കിൽ പാളികൾ, ലെയേഴ്സ് അല്ലെങ്കിൽ പാളികൾ എന്താണെന്ന് നോക്കുക. Occupations are detected by traces of ancient materials found in layers, which differ from one another in color, texture and artifacts that are found in them. അപ്പോൾ നമ്മൾ ലെയറിൻ്റെ പ്രത്യേകത നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒക്കുപ്പേഷൻസ് ആർ ഡിറ്റക്റ്റഡ് ബൈ ട്രേസസ് ഓഫ് ഏൻഷ്യൻ്റ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ ലെയേഴ്സ്. നമ്മൾ ഈ പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ അവിടുത്തെ ആൾക്കാരെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒക്കുപ്പേഷൻസ് ആർ ഡിറ്റക്റ്റഡ് ബൈ ട്രേസസ് ഓഫ് ഏൻഷ്യൻ്റ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ ലെയേഴ്സ്. ഈ ലെയറുകളായിട്ട് കാണപ്പെടുന്ന ഏൻഷ്യൻ്റ് മെറ്റീരിയൽസ്, പഴയകാലത്തെ വസ്തുക്കളിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനി നമ്മൾ അങ്ങനെ ഈ പറയുന്ന ഓരോ പാളിയിലും കാണപ്പെടുന്ന വസ്തുക്കൾ, അതായത് നമുക്കറിയാം ഭൂമിയിൽ ഒരുപാട് പാളികളായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ഓരോ പാളികളിൽ നിന്നും കിട്ടുന്ന വസ്തുക്കളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഓരോ പാളിയിലും രൂപത്തിലും നിറത്തിലും ഘടനയിലും വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രത്യേകത അവർക്കുണ്ടായിരിക്കും. കണ്ടെടുക്കുന്ന വസ്തുക്കളുടെ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങളുടെ തൊഴിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലെയറുകളുടെ പറഞ്ഞത് ഒക്കുപ്പേഷൻസ് ആർ ഡിറ്റക്റ്റഡ് ബൈ ട്രേസസ് ഓഫ് ഏൻഷ്യൻ്റ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ ലെയേഴ്സ്. ലെയറുകൾക്ക് ഉള്ളിൽ അതിൽ ഈ പല ലെയറുകളിൽ നിന്നും കണ്ടെടുക്കുന്ന വസ്തുക്കളുടെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജനങ്ങളുടെ തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ജനങ്ങൾ ഏതൊക്കെ ജോലി ചെയ്തിരുന്നു മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇനി നമ്മൾ ഒരു മൺമേട് അല്ലെങ്കിൽ ഒരു മൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ മൗണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് അവശിഷ്ടങ്ങൾ കൂമ്പാരമായിട്ട് കിടക്കുമെന്ന് പറയും. ഈ അവശിഷ്ടങ്ങൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് പാളികളായിട്ടായിരിക്കും കിടക്കുന്നത്. എല്ലാ പാളിയിലും കണ്ടെത്തുന്ന വസ്തുക്കൾ ഒരേ കാലഘട്ടത്തിൽ ആവണമെന്നില്ല. അവയുടെ കളറിൽ വ്യത്യാസം ഉണ്ടാകാം, ഉപയോഗത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, നിറത്തിലും ഘടനയിലും എല്ലാത്തിലും അത് വ്യത്യസ്തമായിരിക്കും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ജനറലി ദ ലോവസ്റ്റ് ലെയേഴ്സ് ആർ ദ ഓൾഡസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് ആർ ദ മോസ്റ്റ് റീസെൻറ്റ്. അതിൻ്റെ ഏറ്റവും അടിയിൽ കാണപ്പെടുന്ന പാളികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ പഴക്കം ചെയ്ത പാളികളും, ഇനി ഏറ്റവും മുകളിലത്തെ പാളികൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് അടുത്തുള്ളതുമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വസ്തു ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ മോഹൻജോദാരോയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻജോദാരോയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ വെള്ളം ഗതി മാറി ഒഴുകിയതിൻ്റെ പല അവശിഷ്ടങ്ങളും നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും. എക്കൽ മണ്ണൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓരോ തവണ ഇങ്ങനെ എക്കൽ മണ്ണൊക്കെ കയറുമ്പോഴേക്കും എന്ത് ചെയ്യും, പല പാളികളായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും താഴത്തെ പാളിയിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും, നമുക്ക് കുറേ നാൾ കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ. മുകളിലത്തെ പാളിയിലുള്ള വസ്തുക്കൾ നമുക്ക് ആദ്യം കിട്ടും. ഈ മുകളിലത്തെ പാളികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് റീസെൻ്റ് ആയിട്ട് വളരെ ഒരുപാട് പഴക്കമൊന്നും ഇല്ലാത്ത വസ്തുക്കളായിരിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
Then in the study of these layers is called stratigraphy. ഈ പറയുന്ന പാളികളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? സ്റ്റാറ്റിയോഗ്രാഫി എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. സൈറ്റുകൾ, മൗണ്ട്സ്, ലെയേഴ്സ്, ഈ 3 കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസമെന്നും അല്ലെങ്കിൽ ആ 3 കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻറ്റ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ മാർഷൽ ആൻഡ് വീലർ ഇൻ റീകൺസ്ട്രക്റ്റിംഗ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തെ പുനർനിർമ്മിക്കാനായിട്ട് ജോൺ മാർഷലും അതിനോടൊപ്പം തന്നെ മോർട്ടിമർ വീലറും, ഇവർ 2 ആൾക്കാരും ഈ പറഞ്ഞ ആർക്കിയോളജി സർവേ ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ 2 ആൾക്കാരും എന്തൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കുക, നമുക്കറിയാം ദയാറാം സാഹിനി ആൻഡ് രഖൽദാസ് ബാനർജി ഓർ R.D. ബാനർജി ഫൗണ്ട് സിമിലർ സീൽസ് അറ്റ് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ റെസ്പെക്റ്റീവ്ലി. ദയാറാം സാഹിനിയും പിന്നെ രഖൽദാസ് ബാനർജിയും എന്ത് ചെയ്യപ്പെട്ടു? അവർ ഒരുപോലുള്ള സീലുകൾ എവിടെ നിന്ന് കണ്ടെത്തി? ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തി. ബേസ്ഡ് ഓൺ ദീസ് ഫൈൻഡ്സ് ഇൻ 1924 ജോൺ മാർഷൽ, ദ ഡയറക്ടർ ജനറൽ ഓഫ് ദ Archaeological Survey of India and the first professional archaeologist to work in India, announced the discovery of a new civilization in the Indus Valley to the world. അപ്പോൾ ഈ കണ്ടെടുത്ത സീലുകളുടെ എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് 1924 ജോൺ മാർഷൽ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ജോൺ മാർഷൽ എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ അന്നത്തെ ഡയറക്ടറായിരുന്ന ജോൺ മാർഷൽ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യപ്പെട്ടു? അദ്ദേഹം ഒരു പുതിയ സംസ്കാരം, ഇൻഡസ് വാലി സംസ്കാരം എന്ന് പറയുന്ന ഒരു പുതിയ സംസ്കാരത്തെക്കുറിച്ച് ലോകത്തിന് മുന്നിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഹി വാസ് ദ ഫസ്റ്റ് പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ് ടു വർക്ക് ഇൻ ഇന്ത്യ. ആദ്യത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റാണ്, ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആദ്യത്തെ പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ കണ്ണിങ്ഹാമിൻ്റെ കാര്യം പറഞ്ഞു, കണ്ണിങ്ഹാമിൻ്റെ കുറച്ച് ഡൗട്ട്സും പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു. അതുപോലെ അദ്ദേഹം കുറേ കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ഇനി അദ്ദേഹത്തിന് ഈ ഒരു അനൗൺസ്മെൻറ്റിനെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത് S.N. റോയ്, നോട്ടഡ് ഇൻ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. S.N. റോയ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: മാർഷൽ ലെഫ്റ്റ് ഇന്ത്യ 3000 years older than he had found her. ഇന്ത്യ ചരിത്രത്തെ മാർഷൽ എന്ത് ചെയ്യപ്പെട്ടു? 3000 വർഷം പുറകിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ ചരിത്രം നമ്മൾ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യൻ ചരിത്രമല്ല, അതിന് 3000 വർഷങ്ങൾ കൂടി പഴക്കമുണ്ടെന്ന് സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? മാർഷൽ എന്നാണ് നമ്മുടെ S.N. റോയ് പറയുന്നത്. അപ്പോൾ S.N. റോയ് പറയുന്നത് എന്താണ്? ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന പുസ്തകത്തിൽ മാർഷൽ ലെഫ്റ്റ് ഇന്ത്യ 3000 years older than he had found her. ഈ സംസ്കാരത്തെ കണ്ടെത്തിയതിൽ കൂടി ഇന്ത്യയെ 3000 വർഷം പുറകിലേക്ക് നടത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് S.N. റോയ് അഭിപ്രായപ്പെടുന്നു. നമ്മൾ നോക്കുമ്പോഴേക്കും ഹി ഹാഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ ഗ്രീസ് ആൻഡ് ക്രീറ്റി ടു ദ വേൾഡ്. അദ്ദേഹത്തിന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ്? അദ്ദേഹം ഗ്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രീസിലെ പുരാവസ്തു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ദെൻ ക്രീറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുമായിട്ട്, അല്ലെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രീറ്റി, ഗ്രീസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന ആളാണ് മാർഷൽ എന്ന് പറയാം. ഹി വാസ് കീൻ ടു ലുക്ക് ഫോർ പാറ്റേൺസ് ഓഫ് എവറിഡേ ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിഡേ ലൈഫ്, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച്, നിത്യജീവിതങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു പ്രത്യേക താല്പര്യം ആർക്കുണ്ടായിരുന്നു? അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ദയാറാം സാഹിനി, രഖൽദാസ് ബാനർജി തുടങ്ങിയ ആൾക്കാർ ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയ പ്രദേശങ്ങളും സീലുകൾ കണ്ടെടുത്തു. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ ആർക്കിയോളജി ഡയറക്ടറായിരുന്ന ജോൺ മാർഷൽ 1924 ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പുറം ലോകത്തോട് പറഞ്ഞു. അദ്ദേഹം ഈ പറഞ്ഞതിനെ നമ്മുടെ S.N. റോയ് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ചരിത്രത്തെ അദ്ദേഹം 3000 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഗ്രീസ്, ക്രീറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ് ആണ്. ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആദ്യത്തെ പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ദെൻ ഹി വാസ് കീൻ ടു ലുക്ക് ഫോർ ദ പാറ്റേൺസ് ഓഫ് എവറിഡേ ലൈഫ്. ജനങ്ങളുടെ നിത്യജീവിതത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അദ്ദേഹം കൂടുതലായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്തു എന്ന് പറയാം. ഇനി മാർഷൽ ടെൻഡഡ് ടു എക്സ്കവേറ്റ് ലോങ് റെഗുലർ ഹൊറിസോണ്ടൽ യൂണിറ്റ് മെഷേർഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദ മൗണ്ട്, ഇഗ്നോറിംഗ് സ്റ്റാറ്റിഗ്രാഫി ഓഫ് ദ സൈറ്റ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം, മാർഷലിൻ്റെ രീതി എന്ന് വെച്ചാൽ ശാസ്ത്രത്തിലെ പോരായ്മകൾ, അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയുണ്ട്. മാർഷൽ തിരശ്ചീന രീതിയിലുള്ള ഉത്ഖനനം നടത്തി. തിരശ്ചീന രീതിയും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ട് അല്ലേ? ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. അതിൽ അദ്ദേഹം എന്ത് ചെയ്തു? മാർഷൽ ടെൻഡഡ് ടു എക്സ്കവേറ്റ് അലോങ് റെഗുലർ ഹൊറിസോണ്ടൽ യൂണിറ്റ്സ് മെഷേർഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദ മൗണ്ട്, ഇഗ്നോറിംഗ് സ്റ്റാറ്റിഗ്രാഫി ഓഫ് ദ
സൈറ്റ്. അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, ഈ പറയുന്ന ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ തിരശ്ചീന രീതിയിൽ ഉത്ഖനനം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യപ്പെടുകയും ചെയ്തു ത്രൂ ഔട്ട് ദ മൗണ്ട് ആൻഡ് ഇഗ്നോറിങ് സ്റ്റാറ്റിഗ്രാഫി ഓഫ് ദ സൈറ്റ്. സൈറ്റിൻ്റെ ഒരു സ്റ്റാറ്റിഗ്രാഫി, നമ്മൾ നേരത്തെ പറഞ്ഞ പാളികളായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ അദ്ദേഹം ഹൊറിസോണ്ടലായിട്ട് എന്ത് ചെയ്യപ്പെട്ടു, ഈ സാധനം ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ അതിനെ എക്സ്കവേറ്റ് ചെയ്യുകയും ചെയ്തു. ദിസ് മീൻ ദാറ്റ് ഓൾ ദ ആർട്ടിഫാക്ട് റിക്കവേർഡ് ഫ്രം ദ സെയിം യൂണിറ്റ് വെയർ ഗ്രൂപ്പ്ഡ് ടുഗദർ. അതിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു, ഒരേ ഏരിയയിൽ നിന്ന്, ഒരേ യൂണിറ്റിൽ നിന്ന് കിട്ടിയ എല്ലാ ആർട്ടിഫാക്റ്റിനെയും അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ചിലപ്പോൾ അതെന്തായിരിക്കാം, പല കാലഘട്ടത്തിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പല സമയത്തുള്ളതായിരിക്കാം. പക്ഷേ ആ കിട്ടിയ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയ എല്ലാ ആർട്ടിഫാക്റ്റിനെയും അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, ഒറ്റ ഗ്രൂപ്പിലേക്ക് ആക്കി. ഈവൻ ഇഫ് ദേ വെയർ ഫൗണ്ട് അറ്റ് ഡിഫറൻറ്റ് സ്റ്റാറ്റിഗ്രാഫിക് ലെയേഴ്സ്, പല ലെയറുകളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ കൂടെയും അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത്. ആസ് എ റിസൾട്ട് വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദീസ് ഫൈൻഡ്സ് വെർ ഇറട്രീവബിളി ലോസ്റ്റ്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ വാല്യുബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദീസ് ഫൈൻഡ്സ്, ഇവിടെ നിന്ന് കിട്ടിയ ഈ വസ്തുക്കളുടെ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മാർഷലിൻ്റെ കാര്യങ്ങൾ നോക്കുക. മാർഷൽ പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റൊക്കെയാണ്, പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കി, ഇൻഡസ് വാലിയിൽ നടപ്പിലാക്കിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. മാർഷൽ ടെൻഡഡ് ടു എക്സ്കവേറ്റ് എ ലോങ് റെഗുലർ ഹൊറിസോണ്ടൽ യൂണിറ്റ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, അതായത് തിരശ്ചീനമായിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഖനനം നടത്തിയത്. അപ്പോൾ തിരശ്ചീനമായിട്ട് ഖനനം നടത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്യപ്പെട്ടു, പല ലെയറുകളിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ, അതായത് അദ്ദേഹം ഈ ലെയറുകളുടെ പ്രത്യേകതയെക്കുറിച്ചൊന്നും അദ്ദേഹം മനസ്സിലാക്കിയില്ല. അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന് കിട്ടിയ ഒരേ ഭാഗത്ത് കിട്ടിയ എല്ലാ സാധനങ്ങളും കൊണ്ട് അദ്ദേഹം ഒരേ യൂണിറ്റിനകത്ത് ഉൾപ്പെടുത്തി. അത് ഡിഫറൻറ്റ് സ്റ്റാറ്റിഗ്രാഫിക് ലെയേഴ്സിൽ നിന്ന് കിട്ടിയ വസ്തുക്കളാണെങ്കിലും അദ്ദേഹം ഒറ്റ ഗ്രൂപ്പിനകത്ത് അതിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ദിസ് മീൻ ദാറ്റ് ഓൾ ദ ആർട്ടിഫാക്ട് റിക്കവേർഡ് ഫ്രം ദ സെയിം യൂണിറ്റ് വെയർ ഗ്രൂപ്പ്ഡ് ടുഗദർ. ഒരേ യൂണിറ്റിൽ നിന്നും അദ്ദേഹം കുഴിച്ചെടുത്ത വസ്തുക്കളെല്ലാം അദ്ദേഹം ഒറ്റ ഗ്രൂപ്പ്, ഒരേ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണെന്ന് പറഞ്ഞിട്ട് അതിനങ്ങ് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അതിൻ്റെ പൂർണ്ണമായൊരു പശ്ചാത്തലം, ഏതൊക്കെ സമയത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടത്, എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയാം. പിന്നെ ഇതിനൊരു മാറ്റം, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്ത ആരാണ്? REM വീലർ, മോർട്ടിമർ വീലർ എന്ന് പറയുന്ന ആളാണ്. ഹി റെക്ടിഫൈഡ് ദിസ് പ്രോബ്ലം. അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കുക. മോർട്ടിമർ വീലർ ബിക്കേം ദ ഡയറക്ടർ ജനറൽ ഓഫ് ASI in 1944. 1944 അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നത്, ഈ ASIയുടെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. He reorganized the importance of stratigraphy of the mound rather than dig mechanically along uniform horizontal lines. അദ്ദേഹം ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻസിൽ കൂടി കുഴിക്കാതെ അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, വെർട്ടിക്കൽ ലൈൻസിലൂടെ ഈ കാര്യങ്ങൾ കുഴിച്ചു നോക്കി. He brought with him a military precision to the practice of archaeology. പിന്നെ ആർക്കിയോളജിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മിലിറ്ററി പ്രസിഷൻ, ഒരു എന്താണ്, സൈനികപരമായിട്ടുള്ള ഒരു കൃത്യത എന്ന് വെച്ചാൽ അത്രയ്ക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്രസിഷൻ കൊണ്ടുവരുന്ന ആരാണ്? ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറയാം. അതായത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർട്ടിമർ റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിഗ്രാഫി ഓഫ് ദ മൗണ്ട് റാദർ ദാൻ ഡിഗ് മെക്കാനിക്കലി അലോങ് യൂണിഫോം ഹൊറിസോണ്ടൽ ലൈൻസ്. ലംബ രീതിയിൽ കൂടുതലായിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ കുഴിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ മോർട്ടിമർ വീലർ എന്ത് ചെയ്യപ്പെട്ടു എന്ന് പറയാം, ഹൊറിസോണ്ടൽ ലൈനിലുള്ള ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, അതായത് സ്റ്റാറ്റിഗ്രാഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ചെയ്തത്. പക്ഷേ മോർട്ടിമർ വീലർ എന്ത് ചെയ്യപ്പെട്ടു, സ്റ്റാറ്റിഗ്രാഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് കൂടുതലായിട്ട് കുഴിച്ചു വന്നപ്പോഴേക്കും, ലംബ രീതിയിൽ കുഴിച്ചു വന്നപ്പോഴേക്കും എന്ത് ചെയ്യപ്പെട്ടു, അതിന് പല പല ലെയറുകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വ്യക്തമായിട്ട് പ്ലേസ് ചെയ്യാനും ആർക്ക് സാധിച്ചു? REM വീലറിന് സാധിക്കുകയും ചെയ്തു എന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് problems faced by archaeologists in the interpretation of religious practices of ഹാരപ്പ. ഹാരപ്പയിൽ ഉണ്ടായിരുന്ന റിലീജിയസ് പ്രാക്ടീസസ് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. റിലീജിയസ് പ്രാക്ടീസസ് നോക്കുമ്പോഴേക്കും നമുക്കറിയാം, ഹാരപ്പൻ അവിടെയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തില്ല, ഹാരപ്പയുടെ സ്ക്രിപ്റ്റ് ഇതുവരെ നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഹാരപ്പൻ സ്ക്രിപ്റ്റുകളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ സ്ക്രിപ്റ്റ് റിമെയിൻഡ് അൺഡിസ്ഫൈഡ് ടിൽ ഡേറ്റ്. കാരണം നമ്മൾ പറഞ്ഞു, സ്ക്രിപ്റ്റ് ഇതുവരെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ദെൻ മെറ്റീരിയൽ റിമെയിൻസ് ഹെൽപ്പ് ദ ആർക്കിയോളജിസ്റ്റ് ടു റീകൺസ്ട്രക്ട് ഹാരപ്പൻ ലൈഫ്.
പിന്നെ ആകെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് മെറ്റീരിയൽ റിമൈൻസ്, അവശിഷ്ടങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ ഓർഗാനിക് മെറ്റീരിയൽസ് സച്ച് ആസ് ക്ലോത്ത്, ലെതർ, വുഡ്, റീഡ്സ് etc. generally decomposed while stone, burnt clay, metal, etc. etc. were survive. അതിനകത്തുനിന്ന് ഓർഗാനിക് മെറ്റീരിയൽസ് ആയിരുന്ന ക്ലോത്ത്, തുണികൾ, ലെതർ, തുകല്, ദെൻ വുഡ്, തടികൾ, റീഡ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം, മുളയിൽ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു. പിന്നെ കുറച്ച് കിട്ടിയ സാധനങ്ങൾ സ്റ്റോൺ, കല്ലുകൾ, ബേൺഡ് ക്ലേ, ചുട്ടെടുത്ത ഇഷ്ടികകൾ, ദെൻ മെറ്റൽസ് തുടങ്ങിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. മെറ്റീരിയൽസ് സച്ച് ആസ് പോട്ടറി, ടൂൾസ്, ഓർണമെന്റ്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ് ആർ അവൈലബിൾ. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? പോട്ടറി, മൺപാത്രങ്ങൾ, പിന്നെ ടൂൾസ്, ആയുധങ്ങൾ, ഓർണമെന്റ്സ്, ആഭരണങ്ങൾ, ഹൗസ് ഹോൾഡ് ഒബ്ജക്റ്റ്, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റിക്കവറിംഗ് ആർട്ടിഫാക്ട് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ആർക്കിയോളജിക്കൽ എന്റർപ്രൈസസ്. നമ്മൾ ഹാരപ്പൻ സംസ്കാരകാലത്തുള്ള ഈ പറയുന്ന കണ്ടെത്തിയ വസ്തുക്കളെ റിക്കവറിംഗ് ആർട്ടിഫാക്ട് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ആർക്കിയോളജിക്കൽ എന്റർപ്രൈസസ്, പുരാവസ്തുശാസ്ത്രത്തിൻ്റെ ഒരു ബിഗിനിങ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഈ കണ്ടെത്തിയ ആർട്ടിഫാക്റ്റുകളെ കണ്ടെത്താം. ആർക്കിയോളജിസ്റ്റ് ദെൻ ക്ലാസിഫൈ ദെയർ ഫൈൻഡ്സ്. ഈ വസ്തുക്കളെ അവരെന്ത് ചെയ്യപ്പെട്ടു? അവർ ക്ലാസിഫൈ ചെയ്തു. ഈ കണ്ടെത്തിയ വസ്തുക്കൾ അവർ പല കാലഗണനയിൽ പല വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ദ സെക്കൻഡ് ആൻഡ് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഈസ് ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ അവർക്ക് ഭയങ്കരമായ പ്രയാസം എന്ന് വെച്ചാൽ ഈ ആർക്കിയോളജിക്കൽ സാധനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കിട്ടിയ വസ്തുക്കളെ ഇപ്പോൾ കണ്ടെത്തുന്ന ഒരു ഭയങ്കര ശ്രമകരമായ ജോലിയായിരുന്നു. അതവർ കണ്ടെത്തി. ദെൻ സെക്കൻഡ്, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അവരുടെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഇതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. ദെൻ ദ സെക്കൻഡ് ആൻഡ് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ഈസ് ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻ. അതായത് അതിൻ്റെ ഒരു ഉപയോഗം അനുസരിച്ച് എന്ത് ചെയ്യുക? ഈ പറയുന്ന വസ്തുവിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആർക്കിയോളജിസ്റ്റ് ഹാവ് ടു ഡിസൈഡ് വെദർ ഫോർ ഇൻസ്റ്റൻസ് ആൻ ആർട്ടിഫാക്ട് ഈസ് എ ടൂൾ ഫോർ ആൻ ഓർണമെൻറ്റ് ഓർ ബോത്ത് ഓർ സംതിങ് മീൻഡ് ഫോർ റിച്വൽ യൂസ്. അതായത് ഇപ്പം നമുക്ക് കിട്ടിയൊരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ വ്യക്തമായിട്ടൊരു ഇതിനകത്തേക്ക് കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ വ്യക്തമായൊരു എന്ത് ചെയ്യുക? ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവരിക. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവരുമ്പോൾ നോക്കുക, ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻ, ഒന്നെങ്കിൽ അതിനെ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം. ആർക്കിയോളജിസ്റ്റ് ഹൗ ടു ഡിസൈഡ് വെദർ ഫോർ ഇൻസ്റ്റൻസ് ആൻ ആർട്ടിഫാക്ട് ഈസ് എ ടൂൾ ഓർ ആൻ ഓർണമെൻറ്റ്. അതൊരു ടൂള് അല്ലെങ്കിൽ ആയുധമായിരിക്കാം, അല്ലെങ്കിൽ ഓർണമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആഭരണമായിരിക്കാം, ഓർ ബോത്ത്, അല്ലെങ്കിൽ രണ്ടുമായിരിക്കാം. ഓർ സംതിങ് മീൻഡ് ഫോർ റിച്വൽ യൂസ്, അതല്ലെങ്കിൽ അവർ പൂജാവസ്തുക്കൾ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു 3 കാറ്റഗറി പെടുത്തിയിട്ടാണ് ഇവർ എന്ത് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ എന്ത് ചെയ്തത്? അവിടെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. നമുക്ക് ആർക്കിയോളജിസ്റ്റുകൾക്ക് ഒരുപാട് സാധനങ്ങൾ ഹാരപ്പ, മോഹൻജോദാരോ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന്, ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സാധനങ്ങളെ ആദ്യം അവർ എന്ത് ചെയ്യപ്പെട്ടു? അവരുടെ ഫൈൻഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആദ്യം അതിനെ ക്ലാസിഫൈ ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്യപ്പെട്ടു? അതായത് ആദ്യം ക്ലാസിഫൈ ചെയ്തപ്പോഴേക്കും അവർ എന്തൊക്കെ വസ്തുക്കളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുക്കൾ കിട്ടി, അത് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യപ്പെട്ടു? അതിനെ ക്ലാസിഫൈ ചെയ്തു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ക്ലേ, പോട്ടറി ഉണ്ട്. പോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണ് ഉണ്ടാക്കുന്നതാണ്. ടൂൾസ് ആണെങ്കിൽ നമുക്ക് എന്താണ് അതിനകത്ത് മെറ്റൽസ് കൊണ്ടുണ്ടാക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ അവർ ക്ലാസിഫൈ ചെയ്തു. ഇനി അതിനുശേഷം സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അവ എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവ ഉപയോഗിച്ചതെന്നാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക? ആർട്ടിഫാക്റ്റ് ഒന്നെങ്കിൽ ഒരു ടൂളായിട്ട്, അല്ലെങ്കിൽ ആയുധമായിട്ട്, ദെൻ ആഭരണമായിട്ട്, അതിൽ പൂജാവസ്തുക്കളായിട്ട്, അങ്ങനെ പറയുന്ന കാറ്റഗറിയിലേക്ക് അതിനെ അവർ മാറ്റുകയും ചെയ്തു എന്ന് പറയാം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫങ്ഷൻ ഓഫ് ആൻ ആർട്ടിഫാക്റ്റ് ഈസ് ഓഫൻ ഷേപ്ഡ് ബൈ ഇറ്റ്സ് റിസംബ്ലൻസ് വിത്ത് പ്രസന്റ് ഡേ തിങ്സ്. ഒരു വസ്തുവിൻ്റെ ഉപയോഗം മനസ്സിലാക്കാനായിട്ട് അവ കണ്ടെത്തിയ എന്താണ് ആ സ്ഥലങ്ങളിലെ എന്താണ് ആ വസ്തുക്കളുടെ എവിടെ നിന്നാണോ ഈ വസ്തുക്കൾ കണ്ടെത്തിയത് ആ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കുറെ കൂടെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫങ്ഷൻ ഓഫ് ആൻ ആർട്ടിഫാക്ട് ഈസ് ഓഫൻ ഷേപ്ഡ് ബൈ ഇറ്റ്സ് റെസംബ്ലൻസ് വിത്ത് പ്രസന്റ് ഡേ തിങ്സ്. ബീഡ്സ്, ക്യൂറൻസ്, സ്റ്റോൺ ബ്ലൈഡ്സ് ആൻഡ് പോട്ട്സ് ആർ ഒബീവിയസ് എക്സാമ്പിൾസ്. അപ്പം നമ്മൾ ഈ കണ്ടെടുത്ത വസ്തുക്കളെ, അല്ലെങ്കിൽ അന്നത്തെ ആർട്ടിഫാക്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രസന്റ് ഡേ തിങ്സുമായിട്ട് അതിൻ്റെ റെസംബ്ലൻസ്, അതിൻ്റെ ഒരു റെസംബ്ലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം നമ്മൾ പ്രസന്റ് ഡേയിൽ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാദൃശ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു ആർട്ടിഫാക്റ്റ് കിട്ടി. ആർട്ടിഫാക്റ്റ് കൊണ്ടുവന്നിട്ട്
അതായത് അവശിഷ്ടം കിട്ടിയിട്ടുണ്ട് വസ്തുവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ഡേയിൽ നമ്മൾ അതേ രീതിയിലുള്ള എന്തെങ്കിലും വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ ബീഡ്സ്, മുത്തുകൾ അല്ലേ. മുത്തുകൾ നമ്മൾ ഹാരപ്പയിൽ ഉപയോഗിച്ചു, നമ്മൾ പ്രസൻറ്റ് ഡേയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലേ. ക്യൂറൻസ്, ആട്ടുകല്ലുകൾ, അരകല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതിപ്പോഴും നമ്മൾ പ്രസൻറ്റ് ഡേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ ബ്ലേഡ്സ്, കല്ലുകൾ കൊണ്ടുള്ള ബ്ലേഡുകൾ. ഇപ്പോൾ നമ്മൾ കല്ലല്ല യൂസ് ചെയ്യുന്നത്, വേറെ അയൺ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ അത് അങ്ങനെ. പിന്നെ പോട്ട്സ്, കുടങ്ങൾ തുടങ്ങിയതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടിയ വസ്തുക്കൾ വെച്ചിട്ട് അതിന് ഇപ്പോഴത്തെ ഉപയോഗമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വസ്തുക്കളുടെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Then archaeologists also try to identify the function of an artifact by investigating the context in which it was found, whether it was found in a house, in drain, grave or a kiln. അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഉപയോഗം മനസ്സിലാക്കാനായിട്ട് അവ കണ്ടെത്തിയ സ്ഥലങ്ങളെയും കൂടെ നമ്മൾ പരിഗണിക്കും. അതായത് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമ്മൾ നോക്കും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻ വിച്ച് വാസ് ഫൗണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചിലപ്പോൾ ഈ വസ്തുക്കൾ കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും? ഒരു വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രെയിനിൽ നിന്ന്, ഒരു അഴുക്കുചാലിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലിന്നിൽ നിന്നായിരിക്കും, ഒരു ശവക്കല്ലറയിൽ നിന്നാണോ. എവിടെ നിന്നാണോ കിട്ടിയത്, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വസ്തുക്കൾ വെച്ചിട്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ക്ലിൻ, ഒരു ശവക്കല്ലറയ്ക്ക് എന്നൊരു ചെറിയ പോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിനകത്ത് എന്താണ് ഈ ശവവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അടക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വീടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, ബ്ലേഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ എന്താണ് ഈ സാധനങ്ങൾ, ഈ ടൂൾസ് ഉപയോഗിച്ചിരുന്നത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് ട്രെയിൻ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാണ് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യും? പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറയാം. ദ പ്രോബ്ലംസ് ഓഫ് ആർക്കിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആർ പെർഹാപ്സ് മോസ്റ്റ് എവിഡൻറ്റ് ഇൻ അറ്റംപ്റ്റ്സ് ടു റീകൺസ്ട്രക്ട് റിലീജിയസ് പ്രാക്ടീസസ്. അപ്പോൾ ഈ കിട്ടുന്ന വസ്തുക്കൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് ഓഫ് ആർക്കിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, പുരാവസ്തു വകുപ്പിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ്, അവരുടെ എന്താണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വ്യാഖ്യാനിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻസ് ആർ പെർഹാപ്സ് മോസ്റ്റ് എവിഡൻറ്റ് ഇൻ അറ്റംപ്റ്റ് ടു റീകൺസ്ട്രക്ട് റിലീജിയസ് പ്രാക്ടീസസ്. ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വച്ചിട്ടാണ് നമ്മൾ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ഹാരപ്പയിലെ റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. നമുക്കിപ്പോൾ ഈ കിട്ടുന്ന ആർട്ടിഫാക്റ്റുകൾ വെച്ചിട്ട് ആണ് നമ്മൾ ഹാരപ്പയുടെ ഹിസ്റ്ററി മനസ്സിലാക്കുന്നത്. ഈ കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ലൈവായിട്ട് കിട്ടത്തുള്ളൂ. ഏതൊക്കെയാണ് കിട്ടുന്നത്? പോട്രി, ടൂൾസ്, ഓർണമെൻറ്റ്സ്, ഹൗസ് ഹോൾഡ് തുടങ്ങിയ എന്താണ് ഡീകമ്പോസ്ഡ് ആവാത്ത കുറേ വസ്തുക്കൾ, മെറ്റീരിയൽ ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ അല്ലാത്ത ബാക്കിയുള്ള വസ്തുക്കൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ കണ്ടെടുക്കും അല്ലേ. കണ്ടെടുക്കുന്നത് തന്നെ ശ്രമകരമായൊരു പരിപാടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മോർട്ടിമർ വീലർ പറഞ്ഞ ആ ഒരു ഐഡിയയും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ നശിപ്പിക്കപ്പെടാതെ അതിനെ മാക്സിമം അത്രത്തോളം റിസ്ക് എടുത്ത് നമ്മൾ അതിനെ കണ്ടെത്തും. ഈ കണ്ടെത്തുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്ലാസിഫൈ ചെയ്യണം അല്ലേ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പല പല തട്ടുകളിലേക്ക് മാറ്റണം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പല പല തട്ടുകളിലേക്ക് മാറ്റണം. അപ്പോൾ അത് ശ്രമകരമായൊരു ജോലിയാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന വസ്തുക്കളെ നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും? അതൊരു ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട് മാറ്റും, അല്ലെങ്കിൽ ആഭരണത്തിൻ്റെ കാറ്റഗറിപ്പെടുത്തും, അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് ഉപയോഗിക്കുന്ന വസ്തുവായിട്ടൊക്കെ നമ്മൾ കണക്കാക്കും. പിന്നെ ഈ കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രസൻറ്റ് ഡേയിൽ നമ്മൾ എന്തൊക്കെ വസ്തുക്കളാണോ ഉപയോഗിക്കുന്നത് അതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ നമ്മൾ ഈ പോട്ടുകൾ, ബേഡ്സ്, ക്യൂറൻസ്, ആട്ടുകല്ലുകൾ, സ്റ്റോൺ ബ്ലേഡ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് പ്രസൻറ്റ് ഡേയിലും ഇതേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിച്ചത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഘട്ടം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ എവിടെ നിന്നാണ് കണ്ടെടുത്തതെന്ന് നമ്മൾ നോക്കും അല്ല. ഹാരപ്പയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ട്രെയിനുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, വീടുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പിന്നെ ശവക്കല്ലറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന പ്രദേശങ്ങൾ ഏതാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ വസ്തുക്കളെ മാറ്റാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ ആർക്കിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്ന പ്രോബ്ലംസ്, അവരുടെ ഈ ഒരു പരസ്പരം ഒരു ക്ലിയർ അല്ലാത്ത രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനം നമുക്ക് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് റിലീജിയസ് പോളിസീസിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നില്ല. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു വ്യക്തമായ എഴുത്ത് ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം അതില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. ആർക്കിയോളജിക്കൽ ഡോക്യുമെൻറ്റ്സിനെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ വസ്തുക്കൾ തരംതിരിക്കാനും അവിടുത്തെ മതപരമായ ചടങ്ങുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.